ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ ഫോർ SSLC 9th സ്റ്റാൻഡേർഡ് റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ്. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഹലോ ചങ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനുഫ്. മക്കളെ, 10ാം ക്ലാസ് ഹിന്ദിയിൽ നമ്മുടെ സബ്സെ ബഡേ ഷോമേൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. ആ ചാപ്റ്ററിലെ ഡയറി, അതേപോലെ തന്നെ ലെറ്ററിലെ ചാർലി ചാപ്ലിന്റെ ചാപ്റ്ററാണ് ജീവനിയാണ്. അതിൽ നിന്ന് പരീക്ഷയ്ക്ക്, നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്കും പബ്ലിക് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചാർലി ചാപ്ലിന്റെ ഡയറി, ചാർലി ചാപ്ലിന്റെ അമ്മയുടെ ഡയറി, അതേപോലെ തന്നെ ചാർലി ചാപ്ലിൻ എഴുതുന്ന കത്ത്, ചാർലി ചാപ്ലിന്റെ അമ്മ എഴുതുന്ന കത്ത്, ഇതെല്ലാം എഴുതാൻ പറ്റിയിട്ടുള്ള നല്ല ഉഡായിപ്പായിട്ടുള്ള ഒറ്റ നോട്ടിലൂടെ ഇതൊക്കെ എഴുതാൻ പറ്റിയുള്ള ഒരു ടെക്നിക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. ഞാൻ അതിന്റെ ഒരു ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ ആ വീഡിയോ എന്തായാലും ഒന്ന് കാണുക. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എന്തായാലും നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിന് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വരും. ഇനി ഇതിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് ഇതേ ചാപ്റ്റർ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു റെപ്പറ്റ്, അതായത് റെപ്പറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട്, അല്ലെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കുറിപ്പ് എഴുതാൻ വരും. അതായത് ചാർലി ചാപ്ലിൻ അന്നത്തെ ആ ദിവസം സ്റ്റേജ് മൊത്തം കൈയടക്കിയില്ലേ, ആളുകളൊക്കെ അവന് സ്റ്റേജിലേക്ക് പൈസ ഒക്കെ വാരി എറിഞ്ഞു, എല്ലാവർക്കും അവന്റെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ. അപ്പൊ ആ ഒരു സംഭവം ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് വരിക എന്ന് വിചാരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ, റെപ്പർട്ട് തയ്യാറാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാന്നുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതും പരീക്ഷയ്ക്ക് 1-2 തവണ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതുകൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. സംഭവം വലിയ സംഭവം ഇല്ല. എന്താ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയറി ഒക്കെ പഠിച്ചല്ലോ, അതിലുള്ള കുറെ കണ്ടന്റ് ഒക്കെ തന്നെയാണ്. അത് നല്ലപോലെ പഠിച്ച കുട്ടിക്ക് ഇത് ഈസി ആയിട്ട് ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഡയറിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിപ്പോർട്ട് എഴുതാൻ പറ്റും. അപ്പൊ ഏതായാലും ഞാനൊന്ന് വായിച്ചു തരാം, ശ്രദ്ധിക്കുക കേട്ടോ. ചോദ്യം ഇതാണ്: ദുനിയാ കെ സബ്സെ ബഡേ ഷോമേൻ കാ യഹ് പഹ്ലാ ഷോ താ. ലോകത്തിലെ ഏറ്റവും വലിയ കലാകാരന്റെ ഒന്നാമത്തെ ഷോ ആയിരുന്നു ഇത്. ഇസ് ഘടന കെ ആധാർ പർ ഏക് റിപ്പോർട്ട് തയ്യാർ കരേ. ഘടന എന്ന് പറഞ്ഞാൽ സംഭവം എന്നാണ് അർത്ഥം. ഈ സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് മക്കളെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള റിപ്പോർട്ടൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഹെഡിങ് കൊടുക്കുന്നു. ഓക്കെ, ഇതിനൊരു അണ്ടർലൈൻ ഒക്കെ ചെയ്താൽ മതി. 5 സാൽ കെ ബച്ചേ നെ ഹാൽ കോ ഹസി കർ ബദല. അതായത് തബ്ദീൽ കർ ദിയ എന്ന് കൊടുത്താലും മതി കേട്ടോ. ബദൽ എന്ന് പറഞ്ഞാൽ മാറ്റുക, തബ്ദീൽ കർന എന്ന് പറഞ്ഞാൽ മാറ്റുക തന്നെ അർത്ഥം. അപ്പം 5 വയസ്സുകാരനായ കുട്ടി ഹാളിനെ ചിരിമന്ദിരമാക്കി മാറ്റി എന്നുള്ളൊരു ടൈറ്റിൽ നമ്മൾ കൊടുത്തു. ന്യൂസ് പേപ്പർ ഹെഡിങ് ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടൈറ്റിലൊക്കെ വേണമല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡേറ്റ് കൊടുത്തു, ജൂൺ 20 മംഗൾവാർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കുക, അതൊന്നും കുഴപ്പമില്ല. ഒരു പത്രവാർത്ത ആയതുകൊണ്ട് ഡേറ്റും ഒരു ഡേ ഒക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ നമ്മൾ സ്ഥലം കൊടുത്തു, ലണ്ടൻ. ഓക്കെ, ആ സംഭവം നടക്കുന്നത് ലണ്ടനിലാണല്ലോ, ലണ്ടനിൽ കൊടുത്തു. ഇനി നമ്മൾ വാർത്ത എഴുതുകയാണ്. കൽ രാത് മേ, ഇന്നലെ രാത്രിയിൽ 5 साल का ചാൾസ് സ്പെൻസർ ചാപ്ലിൻ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ചാൾസ് സ്പെൻസർ ചാപ്ലിൻ ഒന്നും പഠിക്കാൻ കഴിയില്ലെങ്കിൽ ചാർലി ചാപ്ലിൻ എന്ന് പഠിച്ചാൽ മതി. 5 വയസ്സുകാരനായ ചാർലി ചാപ്ലിൻ നാമക് എന്ന് പേരുള്ള ഒരു ബാലക, ഒരു കുട്ടി എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്, ലണ്ടൻ കി പ്രസിഡൻസി ഹാൾ. ആ ഹാളിന്റെ പേര് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹാൾ, അല്ലെങ്കിൽ ലണ്ടൻ ഹാൾ തന്നെ പേരിട്ടാൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ലണ്ടൻ ഹാൾ കെ, അല്ലെങ്കിൽ എന്താ, ലണ്ടൻ കെ പ്രസിഡൻസി, ലണ്ടനിലെ പ്രസിഡൻസി ഹാളിനെ എന്താക്കി മാറ്റി, ഹസി ഗർമേൻ തബ്ദീൽ കർ ദിയ, ഒരു ചിരിമന്ദിരമാക്കി മാറ്റി. അപ്പൊ മാറ്റർ എഴുതി അല്ലെ ഫസ്റ്റത്തെ സെന്റൻസിൽ. ഇനി എന്താ, गाते समय പാടിക്കൊണ്ടിരിക്കെ ഉസ്കി മാ की आवाज फटकर फुसफुसाहट में तब्दील हो गई. ഇന്നലെ നമ്മൾ ഡയറിയിൽ എഴുതിയ അതേ സെന്റൻസ് തന്നെ. പാടിക്കൊണ്ടിരിക്കെ അവന്റെ അമ്മയുടെ ശബ്ദം ഇടറി കൂറ്റടഞ്ഞതായിട്ട് മാറി. ദെൻ എന്താണ്, ലോക് ചില്ലാനയിലൊക്കെ ആളുകൾ ആർപ്പ് വിളിക്കാൻ തുടങ്ങി. ഇന്നലെ നമ്മൾ കണ്ട അതേ, ആ വീഡിയോയിൽ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഒന്ന് സ്പീഡിൽ വായിച്ചു തരാം. തബ് മാനേജറിനെ ഉസ്കെ ബേട്ട ചാർലി കോ സ്റ്റേജ് पर भेजने की जिद किया. അപ്പൊ മാനേജർ എന്ത് ചെയ്തു, ഇവരുടെ മകനായിട്ടുള്ള ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കാൻ വേണ്ടി സിദ്ദ് കിയ, വാശി പിടിച്ചു. ദെൻ ചാർലി ബഹുത്ത് ആത്മവിശ്വാസ് കെ സാത്ത് മഷൂർ ഗീത് ജാക്ക് ജോൺസ് ഗാന ശുരു കർ ദിയ. ചാർലി വളരെ ആത്മവിശ്വാസത്തോടു കൂടി മഷൂർ ഗീത്, പ്രസിദ്ധമായ പാട്ടായിട്ടുള്ള ജാക്ക് ജോൺസ് എന്ന് പറഞ്ഞ പാട്ട് പാടാൻ തുടങ്ങി. ദെൻ ജബ് ഗാന ആദാഹി ഹുവ, ആദാഹി പറഞ്ഞ പകുതിയാവും അല്ലെ. അപ്പൊ പാട്ട് പകുതി ആയതോട് കൂടിയിട്ട് തബ് സ്റ്റേജ് പർ പൈസോ കി ബൗച്ചാർ ശുരു ഹോ ഗയി, പണത്തിന്റെ പേമാരി പെയ്യാൻ തുടങ്ങി, ആളുകൾ പൈസ വാരി എറിയാൻ തുടങ്ങി അല്ലെ. ദെൻ തബ് ചാർലി നെ ഗാന രോക്ക് ദിയ ഓർ ഘോഷണ കി. ആ സമയത്ത് ചാർലി എന്ത് ചെയ്തു, പാട്ടം കണ്ട് നിർത്തി, എന്നിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. എന്താ പ്രസംഗിച്ചത്, പഹലെ മേ യെ പൈസേ ബട്ടോരുക ഓർ ഉസ്കെ ബാദ് ഹി ഗാവുക. ആദ്യം ഞാൻ ഈ പൈസയൊക്കെ ഒന്ന് ശേഖരിച്ചോട്ടെ, അതിനുശേഷം പാടി തരട്ടോ എന്ന് ചാർലി പറഞ്ഞു അല്ലേ. ചാർലി കി യഹ് മാസൂമിയത്ത് ബാത്തോനെ ഹാൽ കോ ഹസി ഗർമേൻ തബ്ദീൽ കർ ദിയ. ചാർലിയുടെ ഈ മാസൂമിയത്ത് എന്ന നിഷ്കളങ്കമായ, അല്ലെ ഈ നിഷ്കളങ്കമായ വാക്കുകൾ ഹാളിനെ ഒരു ചിരി മന്ദിരമാക്കി മാറ്റി. വഹ് ജനതാമേം ഗുദ്ഗുദി ഫൈലാ ദീത്തി.
थी അവൻ ആളുകളിൽ ഇക്കിളി പരത്തി ആവേശം കൊള്ളിച്ചു then उसने दर्शकों के सामने नृत्य किया बातचीत की और कई गायकों की नकल उतारी അവൻ दर्शकों के सामने ആളുകൾക്ക് മുന്നിൽ കാണികൾക്ക് മുന്നിലായിട്ട് ഡാൻസ് ചെയ്തു നൃത്തകിയ ബാത്ചീത് കിയ അവരോട് സംസാരിച്ചു और कई गायकों की नकल उतारी नकल उतारना അനുകരിക്കുക മിമിക്രി ചെയ്യല്ലേ പല ഗായകരുടെയും ശബ്ദങ്ങളിൽ അവൻ പാടി അനുകരിച്ചു then उसने मां की फटी आवाज की भी नकल उतारी थी അവന്റെ അമ്മയുടെ ആ ഫട്ടി ആവാസ് ഇടറിപ്പോയ ശബ്ദം പോലും അവൻ എന്ത് ചെയ്തു നക്കൽ ഉത്താരി അവൻ അനുകരിച്ചു then അന്തുമേം അവസാനം ദർശകവും ദേർ തക്ക് ഗഡേ ഹോക്കർ ഈ ആ കാണികൾ കുറേ സമയം ദേർ തക്ക് എന്ന് പറഞ്ഞാൽ കുറേ സമയം എന്ത് ചെയ്തു ഗഡേ ഹോക്കർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് താലിയാം ബജായി താലിയാം ബജാന പറഞ്ഞാൽ കൈയടി അല്ലെ കൈയടിച്ചു കൽ പ്രസിഡൻസി ഹാൾ മേം ഏക് ബഡിയ കലാകാർ ജന്മ ഹുവാ താ ഇന്നലെ പ്രസിഡൻസി ഹാളിൽ ഒരു വലിയ കലാകാരൻ ജന്മം കൊണ്ട് കഴിഞ്ഞു ഓക്കെ അപ്പം ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എന്തായി രപ്പട്ടായി അപ്പോൾ ചാർലി ചാപ്ലിന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഡയറിയിലെ കുറേ ഭാഗങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് ഡയറിയിലും കത്തിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത് പഠിച്ചവർക്ക് ഇത് ഈസി ആയിട്ട് പഠിക്കാം കുറച്ച് ചേഞ്ചുകൾ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ആകെ പഠിക്കാനുള്ളത് ഒരു കോൺവെർസേഷനും അതേപോലെ തന്നെ ഒരു പട്കഥയാണ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പിന്നെ ഷെയർ ചെയ്യാൻ മറക്കല്ലോ മക്കളെ ഓക്കെ